ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ജാക്കീസ് നെസ്റ്റ്. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ഒരു അറബിക് റൈസാണ്. ഇതിൻ്റെ പേര് സുർബിയാൻ ബിരിയാണി എന്നാണ്. മന്തി, കബ്സ പോലെ നമ്മൾ പൊതുവെ കണ്ടുവരുന്ന അറബിക് റൈസുകളിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു റൈസാണിത്. ഇത് വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ബിരിയാണി കൂടിയാണ്. അപ്പം നമുക്ക് ഈ ബിരിയാണി എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്നൊന്ന് കണ്ടു നോക്കാം. അതിനു മുമ്പ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, അതോടൊപ്പം ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഇനി ഈ ബിരിയാണി തയ്യാറാക്കാൻ വേണ്ടി ഞാനിവിടെ 3 കപ്പ് സെല്ല ബസ്മതി റൈസ് നല്ലോണം വാഷ് ചെയ്ത് നിറയെ വെള്ളം ഒഴിച്ച് കുതിരാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അത്യാവശ്യം വലിയ 2 ഉരുളക്കിഴങ്ങും, ഒരു കൈപ്പിടി നിറയെ മല്ലിയിലയും, 2 ഇഞ്ച് വലുപ്പത്തിലുള്ള ഇഞ്ചിയുടെ പീസും, ഒരു 10-15 അല്ലി വെളുത്തുള്ളിയും, 1/4 കപ്പ് തൈരും, 4 മീഡിയം സൈസ് സവാള നല്ലോണം കനം കുറഞ്ഞ് അരിഞ്ഞതും, 1/2 കിലോ ചിക്കനും എടുത്തിട്ടുണ്ട്. ചിക്കൻ നമ്മൾ സാധാ ബിരിയാണിക്ക് കട്ട് ചെയ്യുന്ന രൂപത്തിൽ കട്ട് ചെയ്താൽ മതി. ഇനി നമുക്ക് ഈ സുർബിയാൻ ബിരിയാണി തയ്യാറാക്കാം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു പാത്രം അടുപ്പിൽ വെച്ചിട്ടുണ്ട്. പാത്രം ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് 4 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച്, ഓയിൽ ചൂടായി വരുമ്പോൾ അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള മുഴുവൻ സവാളയും ഇട്ട് ഫ്രൈ ചെയ്തെടുക്കണം. ഞാനിവിടെ സവാള കുറച്ചായിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ഈ ഒരു സവാള നല്ല ബ്രൗൺ കളറായി വരുമ്പോൾ അത് നമുക്ക് എണ്ണയിൽ നിന്നും കോരി മാറ്റാം. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം സവാള ഫ്രൈ ചെയ്തെടുക്കാൻ. ഇപ്പം നമ്മുടെ സവാള ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇതിനി നമുക്ക് എണ്ണയിൽ നിന്നും മുഴുവനായിട്ടും കോരി മാറ്റാം. മുഴുവൻ സവാളയും ഈ എണ്ണയിൽ നിന്നും കോരി മാറ്റിയ ശേഷം നമുക്ക് ബാക്കിയുള്ള സവാള കൂടി ഇതിലിട്ട് ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കണം. അപ്പം ഞാനിവിടെ ബാക്കിയുള്ള സവാള കൂടി അതുപോലെ എണ്ണയിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം മുഴുവൻ സവാളയും ഞാനിവിടെ ഫ്രൈ ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മസാല തയ്യാറാക്കാം. സവാള ഫ്രൈ ചെയ്തിട്ട് ബാക്കിയുള്ള ഈ ഓയിൽ കൊണ്ടാണ് നമുക്ക് മസാല തയ്യാറാക്കേണ്ടത്. ഇത് ഏകദേശം 2 ടേബിൾ സ്പൂണോളം ഓയിൽ ഉണ്ടാകും. ഇതിലേക്ക് നമ്മൾ കഴുകി കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ഇട്ട് കൊടുത്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ ചിക്കൻ നമ്മൾ കുറച്ച് സമയം ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. അപ്പോഴാണ് ചിക്കൻ കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുക. ഇത് ചിക്കൻ ഒരു വെള്ള കളറാകുന്നത് വരെ ഇതിങ്ങനെ നമ്മൾ ഇളക്കി കൊടുക്കണം. ഇപ്പം നമ്മുടെ ചിക്കനൊക്കെ ഒരു വെള്ള കളറായി വരുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഈ ഒരു ചിക്കനിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ അറബിക് മസാല. അറബിക് മസാല നമുക്ക് കടയിൽ നിന്നും വാങ്ങാൻ കിട്ടും. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. പൊടികളൊക്കെ ചേർത്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുമ്പോൾ ഇതിന് നല്ലൊരു കളർ ഉണ്ടാവും. കുറച്ച് സമയം ഇങ്ങനെ മിക്സ് ചെയ്ത ശേഷം ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങ് കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്ത ശേഷം പാത്രം അടച്ച് വെച്ച് അല്പസമയം വേവിച്ചെടുക്കാം. ഈ ഒരു സമയം കൊണ്ട് നമുക്ക് ഒരു അരപ്പ് തയ്യാറാക്കണം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള സവാളയുടെ പകുതി ഇട്ട് കൊടുക്കുക. ഫ്രൈ ചെയ്ത സവാള പകുതി നമ്മൾ അവിടെ മാറ്റി വെക്കുന്നുണ്ട്. അത് നമുക്ക് ദം ചെയ്യുമ്പോഴൊക്കെ ആവശ്യമായിട്ട് വരും. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള ഇഞ്ചിയുടെ പീസും വെളുത്തുള്ളിയും, 1 ടീസ്പൂൺ നല്ല ജീരകവും, 1/4 കപ്പ് തൈരും കൂടെ ചേർത്ത് നല്ലോണം ഒന്ന് പേസ്റ്റാക്കി അടിച്ചെടുക്കുക. ഞാനിവിടെ പേസ്റ്റാക്കി അടിച്ച് വന്നിട്ടുണ്ട്. ഇനി ഈ അടിച്ചെടുത്ത മിക്സ് നമ്മുടെ വേവിക്കാൻ വെച്ച ചിക്കനിലേക്ക് ചേർത്ത് കൊടുക്കുക. ഈ ഒരു അരപ്പ് മുഴുവനായിട്ടും ചിക്കനിലേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരല്പം വെള്ളം മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ച്
ഒന്ന് ചുറ്റിച്ചു കൊടുത്തതിന് ശേഷം ചിക്കനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത ശേഷം ഒരല്പം മല്ലിയില കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത ശേഷം അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഈ ഒരു സമയത്ത് നമുക്ക് ഉപ്പൊക്കെ ചെക്ക് ചെയ്ത് ആവശ്യമാണെങ്കിൽ ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കാം. ഈ ചിക്കൻ വേവുന്ന സമയം കൊണ്ട് നമുക്ക് റൈസ് തയ്യാറാക്കിയെടുക്കണം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു വലിയ പാത്രം എടുത്ത് അതിലേക്ക് അത്യാവശ്യം നിറയെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി വെള്ളം തിളച്ച് വരുമ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും 3-4 ഏലക്കായും 1 തക്കോലം, 1 ബേ ലീഫ്, ഒരു ചെറിയ കഷ്ണം പട്ട, ഒരു 3-4 ഗ്രാമ്പൂ ഇതൊക്കെ ഇട്ട് കൊടുത്ത് ഇനി ഇതിലേക്ക് നമ്മൾ കുതിരാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുള്ള റൈസ് വെള്ളമൊക്കെ മുഴുവനും കളഞ്ഞതിന് ശേഷം ഈ വെള്ളത്തിലേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് അടച്ചു വെച്ച് വേവിച്ചെടുക്കുക. നമ്മുടെ റൈസ് 80-85% വേവാകുമ്പോൾ നമുക്ക് ഈ വെള്ളത്തിൽ നിന്നും കോരി മാറ്റാം. ഇപ്പം നമ്മൾ വേവാൻ വെച്ച റൈസിന് 85%ഓളം വേവായിട്ടുണ്ട്. ഇനി നമുക്ക് ഈ റൈസ് ഈ വെള്ളത്തിൽ നിന്നും സ്ട്രെയിൻ ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഈ റൈസ് മുഴുവനും ഒരു സ്ട്രെയിനറിലോട്ടിട്ട് അതിലെ വെള്ളം മുഴുവനും കളഞ്ഞെടുക്കുന്നുണ്ട്. റൈസ് മുഴുവനായിട്ടും സ്ട്രെയിനറിലോട്ട് ഇട്ടതിന് ശേഷം ഒരു 10 മിനിറ്റ് അങ്ങനെ തന്നെ വെച്ചാൽ നമ്മുടെ റൈസിലുള്ള വെള്ളം മുഴുവനും പോയി കിട്ടും. അപ്പോഴേക്കും നമ്മുടെ ചിക്കനും മസാലയൊക്കെ പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബിരിയാണി ഒന്ന് ദം ചെയ്തെടുക്കണം. അതിനുവേണ്ടി ഞാനിവിടെ വേവിച്ച് വെച്ചിട്ടുള്ള റൈസിൻ്റെ പകുതി എടുത്ത് ഈ ചിക്കൻ്റെ മുകളിലേക്ക് നിരത്തി വെച്ച് കൊടുക്കുന്നുണ്ട്. റൈസ് ഒന്ന് ലെവൽ ചെയ്ത് കൊടുത്ത ശേഷം അതിൻ്റെ മുകളിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള സവാളയുടെ പകുതിയിൽ നിന്നും ഒരല്പം എടുത്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി അതിൻ്റെ മുകളിൽ ഒരല്പം മല്ലിയിലയും ഒരല്പം മഞ്ഞൾപ്പൊടി പാലിൽ കലക്കിയത് കുറച്ച് ഒഴിച്ചു കൊടുക്കാം. ഇനി അതിൻ്റെ മുകളിൽ ബാക്കിയുള്ള റൈസ് കൂടി ഒന്നിട്ട് നല്ലോണം ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. റൈസ് മുഴുവനും ഇട്ട് ഒന്ന് ലെവൽ ചെയ്ത ശേഷം അതിൻ്റെ മുകളിൽ നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ ഫ്രൈ ചെയ്ത സവാളയും മല്ലിയിലയും കൂടി ഒന്ന് വിതറി കൊടുക്കാം. ഇനി അതിൻ്റെ മേലേക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള മഞ്ഞളിൻ്റെ മിക്സ് കൂടി ചേർത്ത് 1 ടേബിൾ സ്പൂണ് നെയ്യ് കൂടി ചേർത്ത് പാത്രം അടച്ച് വെച്ച് നമ്മുടെ അടുപ്പിൻ്റെ ഏറ്റവും ചെറിയ അടുപ്പിൽ ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ച് 10 മിനിറ്റ് ദം ചെയ്തെടുക്കാം. 10 മിനിറ്റിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷം വീണ്ടും ഒരു 10 മിനിറ്റ് അങ്ങനെ തന്നെ വെക്കാം. ഞാനിവിടെ 10 മിനിറ്റ് ശേഷം ഫ്ലെയിം ഓഫ് ആക്കിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം വീണ്ടും ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് ഞാനിവിടെ പാത്രം ഓപ്പൺ ചെയ്ത് ബിരിയാണി ദമ്മ് പൊട്ടിച്ചെടുക്കുന്നുണ്ട്. ഇതിൻ്റെ മുകളിൽ നമ്മൾ ഇട്ട റൈസ് മുഴുവനും ഒന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്ക് മസാലയും ചേർത്ത് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. ഈ ഒരു സുർബിയാൻ ബിരിയാണി നമ്മൾ സവാളയൊക്കെ ഫ്രൈ ചെയ്ത് തയ്യാറാക്കുന്ന ബിരിയാണി ആയതുകൊണ്ട് തന്നെ ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ബിരിയാണിയാണ്. കൂടാതെ ഇത് തയ്യാറാക്കാൻ വളരെ ഈസിയുമാണ്. ഈ രീതിയിൽ നിങ്ങൾ സുർബിയാൻ ബിരിയാണി തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് തയ്യാറാക്കി നോക്കണം കേട്ടോ. അതോടൊപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, നിങ്ങൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പം മറ്റൊരു നല്ലൊരു വെറൈറ്റി റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും താങ്ക് യു.